പൊന്നോ, സുരേഷ് ഗോപി വന്നപ്പോഴത്തെ ആ ഒരു ഇതുണ്ടല്ലോ, തൃശ്ശൂക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂക്കാർ ഏറ്റെടുത്തു നമ്മുടെ സുരേഷ് ഗോപിനെ. ഭയങ്കരമായിരുന്നു കേട്ടോ, ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ കണ്ടോ, ജനങ്ങളോടൊക്കെ അത്രയും നന്നായിട്ടാണ് പെരുമാറുന്നതും കാര്യങ്ങളൊക്കെ. എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു പെട്ടെന്ന് കണ്ട്. വേറെ ലെവല് പറഞ്ഞ വേറെ ലെവല് കണ്ട. പുലിക്കുട്ടി വരണണ്ട. ഈ പുലിക്കുട്ടി വന്നപ്പോൾ ബാക്കിയുള്ള പുലിയൊന്നും ആർക്കും വേണ്ടാണ്ടായി അത്രയും നേരത്തോട്ട്. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റേജിലേക്ക് പോയപ്പോഴാണ് ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ എല്ലാവരും അതിൻ്റെ വീഡിയോ. ഇത് മീഡിയ മൊത്തം ആളുടെ പിന്നാലെ. പിന്നെ ഞങ്ങളെ പോലെയുള്ള പാവം യൂട്യൂബേഴ്സ്, പിന്നെ ആരാധകർ, അങ്ങനെ കുറേ പേര് പിന്നാലെ തന്നെയായിരുന്നു. ഇന്നിപ്പോൾ തൃശ്ശൂർ ടൗണിൽ ഇറങ്ങിയ ആയിരക്കണക്കിന് പുലികളിൽ അടിപൊളി മാസ് പുലി. ആ ഇളക്കം കണ്ട, വയറൊക്കെ ആ ഇളക്കുന്ന കണ്ടത് ഒറിജിനൽ പുലി മാറി നിൽക്കണം. മസ് പറഞ്ഞ മസ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചക്കമുക്ക് എന്ന് പറയുന്ന ചക്കാമുക്ക് ദേശത്തിൻ്റെ, അതായത് 6-ാം നമ്പർ പുലികളി സെറ്റിൻ്റെ കൂടെയാണ്. അതൊരു 1.5 പുലിയാണ്. പൊളി എന്ന് പറഞ്ഞ പൊളി, മാസ് പുലി കണ്ടില്ലേ? ഇതാണ് പുലി. ഇഷാനിക്കുട്ടീൻ്റെ അടിപൊളി പുലികളിൻ്റെ ഡാൻസിന് അടുത്ത് ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ എടുത്തിട്ടേ ഉള്ളൂ. കേരളത്തിലുള്ള എല്ലാ മീഡിയക്കാരും ഉണ്ട് അവിടെ. എത്ര എണ്ണം നോക്കിയാൽ ഒരു രക്ഷയില്ല. അവർക്ക് ഇന്നിപ്പോൾ ചാകരയാണല്ലോ, കാരണം നല്ലൊരു വിഷ്വൽസിൻ്റെ എല്ലാതരം ഇതും ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. ഗംഭീര പുലിക്കളിയാണ്, ഒരു രക്ഷയില്ല. ഈ നിൽക്കണ പെൺപുലി ആരാന്ന് മനസ്സിലായോ? നമ്മുടെ നിമിഷ ബിജോ, എൻ്റെയൊക്കെ ഒരു ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ അത് അടിപൊളി പുലിവേഷത്തിൽ ഇതിനെ കഴിഞ്ഞെല്ലാം വലസി നടന്ന ആളാണ്. ഇപ്പോൾ ഇപ്രാവശ്യം എന്തെങ്കിലും മുകളിലിരുന്ന് നല്ല കളി കളിക്കുന്നുണ്ട്, ഗംഭീര കളിയാണ്. പക്ഷെ വയറ് കുറവ്. ഒരു പുലിക്ക് വയറുണ്ട്. ആ പുലി അനങ്ങാതിരിക്കുക അവിടെ. ഒന്ന് കളിക്കൻ്റെ പുലിയെ ചെറുതായിട്ട്. പിന്നല്ലാണ്ട് ചൂടാണ്, ഇതിനെ രക്ഷയുണ്ടാ. കാണാനായിട്ട് അവരുടെ ആ സ്റ്റെപ്പ് വെക്കൽ എല്ലാവരും ഒരേപോലെ വെക്കുന്നത്, ആ കുലുങ്ങുന്നതൊക്കെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, പച്ചപ്പുലിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക, നമ്മൾ വേറൊരു ലോകത്ത് തന്നെയാന്ന് പറയാം. കാരണം അവരുടെ ആ ഒരു എഫേർട്ട് ഇടൽ ഭയങ്കര തന്നെയായിരുന്നു കേട്ടോ. ചുവപ്പ് പുലി, പച്ചപ്പുലി, നീലപ്പുലി, അങ്ങനെ ഓരോ കളറുകൾ ഉണ്ടായിരുന്നു. അല്ലേ ചേട്ടാ? അവിടെ എന്താ ടൗണിൽ തിരക്ക് കണ്ടു കഴിഞ്ഞാൽ കിളി പോകും. തൃശ്ശൂർ പൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത് റൗണ്ടിൽ ഇതിനാണ്. ഗംഭീര തിരക്കാണ്. അതിനുള്ളിലൊക്കെ ഞങ്ങൾ പെട്ടുപോയി. അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ റൗണ്ട് ഫുള്ളടിച്ച് എല്ലാവരും വരും കേട്ടോ. അപ്പം നമുക്ക് എല്ലാതും നിന്ന് കാണാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ എന്താ, ചൂടിൻ്റെ ഒരു പ്രശ്നം നല്ലോണം ഉണ്ടായിരുന്നു. വെയിലും അത് കാറ്റുണ്ടായിരുന്നു, മരങ്ങളുള്ള കാരണം. എന്നാൽ ഇത്രയും ആൾക്കാരുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ റേഞ്ച് പോലും കിട്ടുന്നില്ല ഫോണിൽ നിന്നുള്ള, അത്രയേറെ കണക്ഷനാണ് അവിടെ കിടക്കുന്നത്. പിന്നെ എന്താ പറയുക, പ്ലോട്ടുകളൊക്കെ വേറെ രസമായിരുന്നു കാണാൻ. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടാവും ഈ വിൽക്കുന്ന ആൾക്കാരൊക്കെ പ്രതിമയാണെന്ന്. കാരണം തൃശ്ശൂര് ജനിച്ച് വളർന്നിട്ടും ഞാൻ ഇത്രയും നാളായിട്ട് പുലിക്കളി കണ്ടിട്ടില്ല. അത് നിന്റെ തെറ്റല്ല, അതങ്ങനെയാണ്. ഇതൊക്കെ നല്ല കെട്ടിയവനെ കിട്ടുന്നത് കൊണ്ടാണ് നീയൊക്കെ കാണാൻ പോകുന്നത്. 12 വർഷമായിട്ട് പിന്നല്ലാണ്ട് ഞാൻ ഇത്രയും കാലം പൊട്ടയായിരുന്നു. നന്നാവാൻ നമുക്കൊരു ജീവപര്യന്തം വേണം പറഞ്ഞാൽ അതൊരു 14 വർഷം എന്നുള്ള നമ്മളങ്ങനെ മാറ്റി. എത്ര ജീവപര്യന്തം മാറ്റിയിട്ടേ അപ്പോഴാണ് ഒന്ന് ചെറിയ ബുദ്ധി വെച്ച് തുടങ്ങിയത്. അങ്ങനത്തെ ബ്രഹ്മാവ്, വിഷ്ണു, നാരദൻ, പിന്നെ അപ്പുറത്തെ ദേവി നിൽപ്പുണ്ടല്ലോ,
വാ വന്നിട്ടേ വന്നിട്ട് അത് നമ്മുടെ ദുർഗാദേവിയാണോ ശൂലമുണ്ട്. ആർട്ട് വർക്ക് എൻ്റെ പൊന്നു എന്തോ ആർട്ട് എന്നറിയോ, ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടാണ് ഓരോന്നിനും. അത് മേക്കപ്പ് മാൻ്റെ കഴിവ്, അത് മേക്കപ്പ് മാനാണ്, ആർട്ടല്ല. ആർട്ട് ഈ പ്ലോട്ടിൽ മാത്രമാണ് ആർട്ടിൻ്റെ വരുന്നത്. അത് ഒരു 10,000 ലക്ഷക്കണക്കിന് ആൾക്കാർ ക്യാമറയും കൊണ്ടും മൊബൈലും കൊണ്ടും തന്നെ നിൽക്കുന്നുണ്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടി മാത്രം. അല്ല കളി കണ്ടെന്ത് രസം നോക്കിയേ, ഇതേ ഒരു കരിമ്പുലി കിടന്നുള്ളൂ അവിടെ കിടന്നിട്ട്. അവർക്കൊരു സ്റ്റെപ്പ് ഉണ്ടല്ല, ആ സ്റ്റെപ്പ് വെക്കുമ്പോൾ ഒരു ഫുൾ ബോഡി ഇടുന്ന ഇങ്ങനെ കുലിങ്ങാല്. ചില പുലികള് ഭയങ്കര രസമാട്ടോ കാണാനായിട്ട്. പക്ഷെ നിന്ന് കിതയ്ക്കുന്ന കണ്ടവര് എത്ര നേരം കിതയ്ക്കുന്നത്. അത് തലേദിവസം രാത്രി തൊട്ട് കെട്ടി തുടങ്ങിയാന്നാ പറയുന്നത്. മേക്കപ്പ് ചെയ്ത് തുടങ്ങുന്നുണ്ടാത്ര. കാരണം എന്താണെന്ന് വെച്ചാല് ഇത് ഓരോ പെയിന്റ് അടിച്ച് ഉണങ്ങിയിട്ട് വേണം അടുത്ത പെയിന്റിങ് അടിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി. ഋചേട്ടൻ മാത്രമാണ് ഡയറക്റ്റ് നടന്ന വീഡിയോ നടന്നു കാണുമായിരുന്നു. കാരണം ഇതിൻ്റെ ഇടയിൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കൈ പിടിച്ച് നടക്കണം, അല്ലെങ്കിൽ ഒരാൾ മിസ്സായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതേപോലെ ആ പച്ച പുലി കണ്ടോ നല്ലോണം ഡാൻസ് കളിച്ചിരുന്നതാണ്. പക്ഷെ കിതപ്പിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഒരു അരമണി കിലിങ്ങുന്നതിന് ഒരു പ്രത്യേകത കളിക്കുന്ന സമയത്ത് ആ മണികിലൊക്കെ സൂപ്പറാണ്. കുലുക്കി കാണിച്ചു തരുന്നുണ്ട്. നമ്മളിങ്ങനെ നോക്കുമ്പോഴൊക്കെ അവരിങ്ങനെ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ മീഡിയക്കാർക്കൊക്കെ ഭയങ്കര ഗ്ലാമർ കേട്ടോ, നോക്കിയ പെണ്ണുങ്ങൾക്ക് നല്ല ഗ്ലാമറാണ്. പിന്നല്ലാണ്ട് കാർ ഓടിക്കുമ്പോഴും വിടില്ല. നിങ്ങളുടെയൊക്കെ കെട്ടിയന്മാർ ഇങ്ങനെയാണോ? കാർ ഓടിക്കുന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് പോകണം പെൺകുട്ടീനെ. ആൺകുട്ടി പോവാണെങ്കിൽ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പെൺകുട്ടി പോവാണെന്ന് വെച്ചാൽ അവളെ ഏത് കളർ ചുരിദാറ ഇട്ടിരിക്കണേ ചിലപ്പോ പറയാം അവളുടെ കയ്യിൽ. നിമിഷ ബിജു കണ്ടോ കഴിഞ്ഞെല്ലാം വൈറലായ പെൺപുലി ചേട്ടന്റെ ഫ്രണ്ടാണ്. പിന്നെ അതേപോലെ തന്നെ നല്ല വാദ്യമേളം അടിപൊളിയാണ്. എത്ര ആൾക്കാരെ നോക്കി, ഒരുപാട് ആളുള്ള സെറ്റാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കൊട്ടുന്നുണ്ട്. ഗംഭീര രസം പറഞ്ഞാൽ ഗംഭീര രസം തന്നെയായിരുന്നു അത്. അത് പുലികൾക്ക് റെസ്റ്റ് കൊടുക്കേണ്ട സമയത്ത് അവർ റെസ്റ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചായിരുന്നു പുലിയൊക്കെ നിങ്ങൾക്ക് ഏതൊക്കെയാണ് കാണും. പക്ഷെ എത്ര പേരെയാണെന്നറിയാം ആംബുലൻസിൽ കൊണ്ടുപോയിട്ട് തിക്കും തിരക്കിലും അല്ല പുലികളിലും കൊണ്ടുപോയി തോന്നുന്നു. ഒരാൾക്ക് കാലിൽ മസിൽ പെയിൻ ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ എന്താ വെച്ചാൽ ഈ തിരക്കിൻ്റെ ഇടയിൽ ആൾക്കാർക്ക് ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ ആയിട്ട് കൊണ്ടുപോയവരും ഉണ്ടായിരുന്നു. പക്ഷെ ആംബുലൻസ് പോകുമ്പോൾ നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെയാണ്. പക്ഷെ അതൊക്കെ ജനങ്ങൾ ഇത് പോലീസ് ഫ്രണ്ടിൽ ബൈക്കുമ്പോൾ പോകുന്നത്. ഇത് വേറെ പെണ്ണാണ് കേട്ടോ. കണ്ട നിമിഷൻ്റെ കൂടെ തന്നെ ഒരു വേറെ ലേഡിയും കൂടി ഉണ്ട്. അതും ഒരു പെൺപുലിയാ. ഒന്ന് വെച്ചിട്ട് പോലീസ് പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ നമ്മൾ തല്ലൂടാണ്. അങ്ങനെയല്ല കേട്ടോ, പോലീസ് പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ പിന്നാലെ ആംബുലൻസിന് ആൾക്കാർ വഴിമാറി എല്ലാവരും സെറ്റാക്കി കൊടുത്തിട്ട് ആംബുലൻസ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിലും ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ആ കാര്യം കുറച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ പോരാ. അവിടെ നിമിഷേനി മറ്റേ പെൺപുലിനെ കാണുമ്പോൾ അവരുടെ കാര്യങ്ങൾ പറയണ്ടേ. രണ്ടാൾക്കാർ ചത്ത എടുക്കണോ? ചത്ത എടുക്കാം നോക്കിയല്ലേ ഉറങ്ങടി. വയനാട് ചുരത്തില് വയനാട് അപകടം ഉണ്ടായി. ഓ അതാണ് അതിന്റെ തതില്ലേ പറയണ്ടത്. എനിക്കറിഞ്ഞില്ലായിരുന്നു ഞാനത്. ഇതൊക്കെ അറിഞ്ഞിട്ട് അറിയാത്ത പോലെ എന്തായാലും എനിക്കറിയോന്ന് അറിയാൻ വേണ്ടി പരിപാടി പക്ഷെ അതിലൊക്കെ ഇതെന്താണെന്നറിയാം, ഇത്രയും പുലികൾ വന്നതിൻ്റെ ഇടയിൽ ഒരു വൻ പുലി അവിടെ വന്ന് ഇറങ്ങി. ഗംഭീര പുലി. അതും താരരാജാവ്, മലയാളത്തിൻ്റെ താരരാജാക്കന്മാരിൻ്റെ ഒരാൾ. അതാണ് അവിടെ ലേറ്റസ്റ്റ് ആവണം. നോക്കിയോ വരും മക്കളെ, വരും വേറെ റേഞ്ചാണ്. അതിൻ്റെ ഇടയിൽ അടി അതിൻ്റെ ഇടയിൽ അടി. ആ കളവൻ അതിൻ്റെ ഇടയിൽ കൂടെ പോയതിനുള്ള ഗംഭീര അടിയാണ്. അയാൾ ഓടിക്കായിരുന്നു. അതിന് വഴിമാറി കൊടുക്കില്ല മനുഷ്യൻ. അവിടെ പോയി അതിൻ്റെ അടുത്ത് വടത്തിൻ്റെ അടുത്ത് നിന്നിട്ട് യുദ്ധം കാണിക്കുക. തൃശ്ശൂർ പുലികളിയുടെ ഏറ്റവും മാറ്റുകൂട്ടിയ ഒരു സംഭവമാണ് ഈ വരുന്ന പുലിക്കുട്ടി എന്ന് പറഞ്ഞ പുലിക്കുട്ടി. ഗംഭീര പുലിക്കുട്ടിയായിരുന്നു. അതായത് ചെറിയ പ്രായത്തിൽ, അതായത് വെറും 6 വയസ്സായ കൊച്ചിനായിട്ടുള്ളൂ. അതിൻ്റെ ആണാട്ടുകര അങ്ങനെ എന്തോ ആണ് സ്ഥലപ്പേര് പറഞ്ഞത്. അപ്പോൾ അവിടെ ഇഷാനി എന്നാണ് ആ കുട്ടിയുടെ പേര്. ഈ കുട്ടിയാണ് ഇന്നത്തെ താരം. 6 വയസ്സായുള്ളൂ. അടിപൊളി പറഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ല. എല്ലാവരും അതിനെ കണ്ണ് വെച്ച് തന്നെ കാണും. അത്രയേറെ രസമായിരുന്നു. ചിരിയും കളിയും ഇതൊക്കെ ആയി ഡാൻസൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കായിരുന്നു ആ കൊച്ച്.
ദേ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സുരേഷ് ഗോപിനെ എല്ലാവരും കൂടിയിട്ട് സ്റ്റേജിലേക്ക് കൊണ്ടുപോകാണ് കേട്ടോ പുലിക്കളി കാണാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. എന്താ പറയുക, എല്ലാവരും ഭയങ്കര ഇതിൽ വീഡിയോഗ്രാഫേഴ്സ് ആയാലും ആരായാലും നമ്മൾ ചെല്ലുന്നവരോടൊക്കെ കൈ കാണിക്കലും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിലുള്ള പെരുമാറ്റം തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് മക്കളെ വന്ന ഒരു ശബ്ദം വന്നില്ല ഋതുശേട്ടാ. അത് വന്നപ്പോൾ വേറെ ലെവലായിരുന്നു. എല്ലാവരും പറയും ഒന്നുമില്ല എന്ന്. പക്ഷെ സുരേഷ് ഗോപി വന്നു കഴിഞ്ഞപ്പോൾ സെറ്റ്. സാറേ കൈ നോക്കിയുള്ള കയ്യുള്ളിലേക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചക്കമുക്ക് എന്ന് പറയുന്ന ചക്കാമുക്ക് ദേശത്തിൻ്റെ, അതായത് 6ാം നമ്പർ പുലികളി സെറ്റിൻ്റെ കൂടെയാണ്. അതൊരു 1.5 പുലിയാണ്. പൊളി എന്ന് പറഞ്ഞ പൊളി, മാസ് പുലി കണ്ടില്ലേ? ഇതാണ് പുലി. ഇതിൽ ശ്രീരാമൻ പൊളിയാട്ടോ, മാസം നല്ല അടിപൊളിയായിട്ട് ഒരു പ്രത്യേക ലുക്ക് തന്നെ ഉണ്ട് ആ മനുഷ്യൻ. അടിപൊളിയായിട്ടുണ്ട് ശ്രീരാമൻ്റെ വേഷം കിട്ടിയ ആൾ. എന്തായാലും അത്ര അടിപൊളിയായിട്ട് നോക്കിയാൽ മുഖത്തിൻ്റെ തന്നെ പ്രത്യേകത ഉണ്ട്, ഭയങ്കര പ്രത്യേകത. അടിപൊളിയായിരുന്നു. ഈ പ്ലോട്ടും സൂപ്പറാണ്. അപ്പുറത്ത് കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവങ്ങൾ. അടുത്ത പിന്നെ നല്ലൊരു രാഷ്ട്രീയം പറയാൻ പറ്റും, നമ്മുടെ ദേശഭക്തിയുടെ ഒരു സംഭവം തന്നെയാണ്. അടിപൊളി സാധനം, സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ആർട്ട് വർക്കേഴ്സ് പൊളിയാണ്. മാസ് എന്ന് പറഞ്ഞ മാസ്, മേക്കപ്പ് അടിപൊളിയായിട്ടുണ്ട്.
ടാറ്റ വേണ്ട മാന്ത്. മോൾക്ക് എത്ര വയസ്സായി? 6 വയസ്സ്. സ്ഥലം എവിടെയാ? യുവജന സംഘം